പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കായി പ്രാർത്ഥനയുടെ കരങ്ങളുയർത്തണമെന്ന് ആഹ്വാനം നൽകി ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ. വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും ഐക്യപ്പെട്ടിരിക്കുന്ന സാർവത്രിക സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ സഭാതലവനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുകയാണെന്നും സർക്കുലർ മുഖേന രൂപതയിലെ വിശ്വാസി സമൂഹത്തെ മാർ കണ്ണുക്കാടൻ അറിയിച്ചു. സൗഖ്യദായകനായ ഈശോ പരിശുദ്ധ പിതാവിനെ സുഖപ്പെടുത്തുമെന്നും ശക്തിപ്പെടുത്തുമെന്നും സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃസഹജമായ മധ്യസ്ഥതയിൽ പരിശുദ്ധ പിതാവിനെ നമുക്ക് സമർപ്പിക്കാമെന്നും അഭിവന്ദ്യ പിതാവ് സർക്കുലറിൽ രേഖപ്പെടുത്തി. 2013 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട 88-കാരനായ ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യസൗഖ്യത്തിനായി ലോകമെമ്പാടുമുള്ള സുമനസ്സുകളുടെ പ്രാർത്ഥനകൾ ഉയരുകയാണ്. അവരോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും ചേർത്തുവയ്ക്കേണ്ട സമയമാണിതെന്നും വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും ഐക്യപ്പെട്ടിരിക്കുന്ന സാർവത്രിക സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ സഭാതലവനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുകയാണെന്നും സർക്കുലർ മുഖേന രൂപതയിലെ വിശ്വാസി സമൂഹത്തെ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ അറിയിച്ചു. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകളാൽ രോഗാവസ്ഥയിലുള്ള പരിശുദ്ധ പിതാവിനെ പിന്തുണയ്ക്കുവാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ എല്ലാ വിശ്വാസികളോടും താൻ ആഹ്വാനം ചെയ്യുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ രൂപതയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും സന്യാസഭവനങ്ങളിലും ഈ ദിവസങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന മധ്യേയുള്ള കാറോസുസ പ്രാർത്ഥനകളിലും ദിവ്യകാരുണ്യ ആരാധനകളിലും കുടുംബങ്ങളിലെ സന്ധ്യാപ്രാർത്ഥനകളിലും പരിശുദ്ധ പിതാവിന്റെ രോഗസൗഖ്യത്തിനായി പ്രത്യേകം നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാവിനെ ശുശ്രൂഷിക്കുന്ന റോമിലെ ജമലി ആശുപത്രിയിലെ ആരോഗ്യ വിദഗ്ധർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും അവരിലൂടെ പരിശുദ്ധ പിതാവിന് ആശ്വാസവും ധൈര്യവും രോഗശാന്തിയും അതിവേഗം സംലഭ്യമാകട്ടെയെന്നും മാർ പോളി കണ്ണുക്കാടൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഷിക്കീന ന്യൂസ്, തൃശൂർ.